നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഫ്ലോട്ടിംഗ് പുഡിംഗ് ആണ്. നല്ല ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിന്റെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി എഗ് വൈറ്റിലേക്ക് വാനില എസൻസും പൊടിച്ച പഞ്ചസാരയോട് ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു മുട്ട മഞ്ഞയിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ, പിന്നെ പഞ്ചസാര, പാല് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. കട്ടയെന്നില്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ഡെക്കർ ഐറ്റംസും ഞാൻ വാങ്ങിയിട്ടുള്ളത് AJ ഡെക്കർ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് അഫോർഡബിൾ പ്രൈസിലേക്ക് കിട്ടുന്നുള്ളതാണ് കേട്ടോ ഇവരുടെ ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്ത് ഐറ്റംസ് നോക്കിയാലും ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആയിരുന്നാലും ഫ്ലവേഴ്സ് ആയിരുന്നാലും പിന്നെ സെറാമിക് പോട്ട്സ്, കാലിയോഗ്രാഫി, പിന്നെ ക്ലോക്കൊക്കെ ആയിരുന്നാലും കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് നമ്മൾ ഡബിൾ സൈഡ് വരുന്ന ക്ലോക്ക് ഐറ്റംസ് ആയിരുന്നു നമുക്ക് സ്റ്റാൻഡിംഗ് ക്ലോക്ക് ആയിട്ടും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം അവൈലബിൾ ആണ്. പിന്നെ പാക്കിംഗ് ഒക്കെ എടുത്ത് പറയേണ്ട തന്നെയാണ് കേട്ടോ. നല്ല നീറ്റ് ആയിട്ട് സേഫ് ആയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് ഒരു 2 to 3 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ. അത് നല്ല സേഫ് ആയിട്ടാണ് വരുന്നത്. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. അതുപോലെ പേജും കൂടെ ഒന്ന് ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇവരുടെ ഷോപ്പ് വരുന്നത് തൃക്കരിപ്പൂർ ആണ്. ഒന്ന് ചെക്ക് ചെയ്തോളണേ. അപ്പൊ നമ്മൾ ആ ഒരു കസ്റ്റർഡിന്റെ മിക്സ് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ആ ഒരു എഗ് വൈറ്റിന്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതായത് ഇതുപോലെ ഒന്ന് സ്പൂണിലേക്ക് എടുത്തിട്ട് പതിയെ ഒന്ന് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് 2 സൈഡ് ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഒരു പുഡിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ടോപ്പിലേക്ക് നമുക്ക് കുറച്ചധികമായിട്ട് തന്നെ നട്ട്സ് കാര്യങ്ങളായി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്